ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 5 മിനിറ്റുള്ള ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കണം തോന്നിയാൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുട്ടയും ബ്രെഡും വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കാം. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഒന്ന് കുറച്ച് വലിയ തരികളായിട്ടാണ് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചത് മാറ്റിയത്. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതിന് ആവശ്യാനുസരണം പോലെ മുട്ട എടുക്കാം. ആവശ്യത്തേക്കുള്ള മല്ലിയില, ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1 ടീസ്പൂണോളമാണ് ഞാൻ ചിക്കൻ മസാല ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് കാണിച്ചത്. ഒരു 1 ടീസ്പൂണോ, അതായത് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് ആവശ്യത്തേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് 4 വശം നന്നായിട്ട് മുങ്ങുന്ന രീതിക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടും സോഫ്റ്റ് ആക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് കവറാകുന്ന രീതിക്ക് ഫുള്ളും ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് അങ്ങോട്ട് കവർ ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി വെച്ചേക്കാം. കൂടെ തന്നെ എണ്ണയും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാടും ചൂടാക്കണ്ട, ഒരു അളവായിട്ടുള്ളൊരു ചൂട് മതി കേട്ടോ. എന്ന് പറഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് മുരിഞ്ഞു പോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് മുകളിൽ ആ ഒരു ബ്രെഡ് ക്രംസും നമ്മുടെ ബ്രെഡും എല്ലാം കൂടെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. പിന്നെ മുകളിലെ ഭാഗം കരിഞ്ഞു പോലെയാവും. അപ്പോൾ അത് തന്നെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം എണ്ണ വളരെ കുറവായിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട്, അതായത് ഇപ്പോൾ 2 പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ ചെയ്യുന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 വശം ഒരേ രീതിക്ക് കളർ ചെയ്യുക. നമ്മുടെ മുട്ട വന്നിട്ട് നല്ലൊരു ക്രിസ്പിനെസ് തരും. അപ്പോൾ നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോഴാണ് അതുപോലെ നല്ലൊരു ക്രിസ്പിനെസ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടല്ലോ, 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണെന്ന് മനസ്സിലായില്ല. അപ്പോൾ വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. കൂടെ തന്നെ സോസും ഉണ്ടെങ്കിൽ വയറ് നിറച്ചും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.